ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ്. ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ഓഫീസ് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ലിഫ്റ്റിലാണ്. പെട്ടെന്ന് നമ്മൾ അക്കോമഡേഷനിൽ നിന്ന് ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് താഴെ ചെന്ന് ക്യാബിൽ കയറി പെട്ടെന്ന് ഒന്ന് ഓഫീസിലേക്ക് പോവാം. ഇതാണ് എംബസി ഗോൾഫ് ലിങ്ക്, നമ്മുടെ IT പാർക്ക്. അതിലെൻ്റെ ഓഫീസിലേക്ക് കയറുന്ന ഒരു എൻട്രൻസിൻ്റെ ഭാഗമാണിത്. അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. എനിക്കിവിടെ എല്ലാവരെയും ഒന്നും അറിയില്ല, കാരണം ഞാൻ വർഷത്തിൽ 1-2 വട്ടം മാത്രമേ ഓഫീസിൽ വരാറുള്ളൂ. അപ്പം നമുക്ക് നടന്ന് പെട്ടെന്ന് തന്നെ അകത്തോട്ട് പോകണം. ഞാൻ ഓൾറെഡി ലേറ്റാണ്. ഞാനപ്പോൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും ലേറ്റാവും. 8 മണിക്കാണ് എനിക്ക് കയറേണ്ടത്. സമയം ഓൾറെഡി 7:50 ഇതെൻ്റെ ഓഫീസിൻ്റെ വാതിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇവിടെ ഒരുപാട് വാക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ സമയം അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അകത്ത് കയറാം. അപ്പോൾ ഏഴ് എൻട്രൻസ് ഡോർ തുറന്ന് അകത്ത് കയറുമ്പോൾ നല്ലൊരു പെയിൻറ്റിംഗ് ഉണ്ട്. എനിക്ക് കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെയിൻറ്റിംഗ് ആണത്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ലിഫ്റ്റൊക്കെ പിടിച്ച് മുകളിലെത്തണം. കാരണം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം എനിക്ക് നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ലിഫ്റ്റിലൊരു സെൽഫി എടുക്കുക എന്നുള്ളത് ഒരു സാധാരണ കീഴ്വഴക്കമാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇത് നമ്മളുടെ കഫറ്റീരിയ ആണ്. ഇവിടെ ബഫേ സിസ്റ്റമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലെമൺ റൈസ് ആണ്. ഇത് എൻ്റെ ടീം മെമ്പറാണ്, ഒരു ബ്രദർ എന്ന് തന്നെ പറയാം. ഈസ് മഹാരാഷ്ട്രീയൻ ആൻഡ് പുള്ളി എടുത്തത് ലെമൺ റൈസ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ പൊറോട്ട കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ മാത്രമായിരുന്നു ഈ ഒരു കോഫി കുടിക്കാൻ പോയത്. കാരണം ട്രെയിനിങ് സെഷനിൽ എല്ലാവരും ലേറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളാണ് ഫസ്റ്റ് വന്നത്. ഞങ്ങളോർത്ത് ഞങ്ങളായിരിക്കും ലേറ്റ് എന്ന്, പക്ഷെ ആരും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റ് 30 മിനിറ്റ്സ് നമുക്ക് ബ്രേക്ക് തന്നു. ഇവിടുന്ന് നമ്മളൊരു 2 കോഫി ഓർഡർ ചെയ്തു. അവിടെ നമുക്ക് കോഫി, സ്നാക്സ് എല്ലാം കിട്ടും. എന്ത് വേണമെങ്കിലും കഴിക്കാം. ടീ, കോഫി അല്ലെങ്കിൽ ബൂസ്റ്റ്, ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് എന്ത് വേണമെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ. നമുക്ക് ജിം, ഇതിലും കുറച്ചും കൂടി വലുതായിരുന്നു. ഈ ഒരു ഏരിയ ഫുൾ ജിമ്മായിരുന്നു. കോവിഡിന് ശേഷം അവർ കുറച്ച് എക്യുപ്മെൻ്റ് ആയിട്ട് അത് കുറച്ച് എന്താ പറയുക, വളരെ ഒരു ചെറിയ സ്പേസിലേക്ക് മാറ്റി. പിന്നെ ഇത് മൊത്തം നടന്ന് കാണിക്കാനാണെങ്കിൽ എൻ്റെ ഓഫീസിൽ ഒരു ദിവസം ഫുൾ വേണ്ടി വരും. ഇതിൽ ഞാനിപ്പോൾ കറൻ്റ്ലി നടന്ന സ്ഥലങ്ങളും ഒക്കെ മാത്രമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇന്ന് ഞാനൊരു എന്താ പറയുക, ഫോർമൽ വെയർ തന്നെ ഇടാമെന്ന് വിചാരിച്ചാണ് അതിട്ടത്. പിന്നെ ഞാനും ഗൗരാജ് ബ്രോയും നമ്മൾ ഫസ്റ്റ് കോഫി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ട്രെയിനിങ് റൂമിൽ പോയി ആൾക്കാരെയൊക്കെ നോക്കി. 1-2 പേര് അകത്ത് വന്ന് ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഇതിൽ പോകുന്നത്. നമ്മൾ വീണ്ടും ഒന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ച് അതേ ട്രെയിനിങ് റൂമിലേക്ക് കയറുകയാണ്. ഇനിയും ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെ നിന്ന് നടന്നു വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനിരിക്കുന്നവരാണ്. ഇതാണ് നമ്മളുടെ ട്രെയിനിങ് റൂം. അതിൽ ജസ്റ്റ് ഒരു വിഷ്വലായിട്ട് ഞാൻ ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് അഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബൊഫേ സിസ്റ്റമാണ്. അത് വെസ്റ്റേൺ ഫുഡ്. പുള്ളി സ്പ്രൗട്ട്സ്, കുറച്ച് സാലഡ്സ്, പിന്നെ പാസ്ത, വൈറ്റ് പാസ്ത, ഇതെല്ലാം കൂടെ ഉള്ളൊരു മിക്സാണ് പുള്ളി കഴിച്ചത്. ഞാൻ നമ്മുടെ ഒരു കോൺ റൈസും കുറച്ച് ചിക്കൻ കറി, പിന്നെ കേർഡ്, സാലഡ്, ഇതെല്ലാം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളത് കാണുമ്പം തന്നെ നമ്മൾ എല്ലാം എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. എനിക്കിഷ്ടപ്പെട്ട ഒരു മെനു ആണിത്. പിന്നെ എൻ്റെ ഫ്രണ്ടാണിത്. ഇത് മലയാളിയാണ്. അഗെയിൻ ഹിസ് നെയിം ഈസ് വിനായക്. അപ്പോൾ വിനായകിന് കുറച്ച് വയറിൽ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എന്താ പറയുക, രസം റൈസാണ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇനി സംസാരിക്കട്ടെ. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ 2 പേരുമാണ് നിലവിൽ എൻ്റെ ടീമിലുള്ളത്. ഇത് നമ്മുടെ കഫറ്റീരിയ വീണ്ടും സംസാരിക്കുന്നു. അപ്പോൾ ഇത് മലയാളിയാണ്, കണ്ണൂരിൽ നിന്ന്. ഇത് മറാഠിയാണ്.
അപ്പോൾ ഇവർ രണ്ടുപേരും കന്നഡ അറിയാവുന്നതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു 1:45 ആകുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് ട്രെയിനിങ്ങിൽ കയറണം. ഹായ്, ഇത് എൻ്റെ ഒരു കൊളീഗാണ്. നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഇത് കണ്ണൂരിൽ നിന്നാണ്. എടാ, നിൻ്റെ സ്ഥലം എവിടെയാണ്? കണ്ണൂര് തളിപ്പറമ്പ്. ഓക്കെ ഓക്കെ, എനിക്കറിയത്തില്ല തളിപ്പറമ്പ്, പക്ഷേ കണ്ണൂരിനെ പറ്റി ഒരുപാട് പറയുന്ന ഒരാളാണ്. പിന്നെ നിന്റെ വൈഫിന് എന്തോ ഒരു പേജ് ഇല്ലായിരുന്നോ? എൻ്റെ വൈഫിന് ഒരു ഹൂപ്പ് കഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ്. ഹൂപ്പ് കഥകൾ അല്ലേ? അത് എംബ്രോയിഡറി വർക്ക്സ് സംബന്ധമായ ഒരു ആണല്ലേ, എംബ്രോയിഡറി വർക്ക്സ്, ഹൂപ്പ് കഥകൾ. ഓക്കെ ഓക്കെ, ഹൂപ്പ് കഥകൾ. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണം. വളരെ ബ്യൂട്ടിഫുൾ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ വർക്ക് കാണുന്നത്. ഒരുപാട് നല്ല വർക്കൊക്കെ അതിൽ അവർ ഇട്ടിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് ഒരു ആർക്കെങ്കിലും ആ പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റോറിയിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കയറി നോക്കിക്കോളൂ. പിന്നെ ഓഫീസിലേക്ക് എത്ര വർഷത്തിന് നീ ഇപ്പം ഇടയ്ക്ക് എപ്പോഴാണ് വരുന്നത്? എനിക്ക് തോന്നുന്നത് ഞാനൊരു 1.5 വർഷം, ഏകദേശം ഒരു 2 വർഷമായിരുന്നു, ഒരു 1.5 വർഷത്തോളമായി ഓഫീസിൽ വന്നിട്ട്. ശേഷം ഗോപികൻ എനിക്ക് നേരത്തെ, അതായത് നമ്മൾ ഓഫ്ലൈൻ വഴി അറിയാം. നമ്മളെല്ലാവരും വർക്ക് ഫ്രം ഹോം ആയത്, ഞങ്ങളെല്ലാവരും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമ്മളെല്ലാം ഓഫ്ലൈനിലാണ് മീറ്റിംഗ്സിലും എല്ലായിടത്തിലും മീറ്റ് ചെയ്യാറ്. അതെ, നമ്മളിനി 3 ദിവസം ട്രെയിനിങ്ങിൽ ഒരുമിച്ചുണ്ടാവും. അപ്പം ഇതൊരാൾ ഞാൻ രാവിലെ കാണിച്ചതായിരുന്നു, പരിചയപ്പെടുത്തി. മറാഠിയാണ്, മറാഠി. സോ എന്തെങ്കിലും പറയാനുണ്ടോ ഇൻ മറാഠി? നീ അമ്മൂമ്മയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്? ഇൻസ്റ്റഗ്രാമിലല്ലേ? അതിനകത്ത് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല അടിപൊളി അമ്മൂമ്മയല്ല. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വൈബ് എന്ന് പറയുന്നില്ല, ആ ഒരു നല്ല അടിപൊളി വൈബാണ്. അപ്പൊ അമ്മൂമ്മ ഇത് കേൾക്കുന്നുണ്ട്. അമ്മൂമ്മ ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണിക്കാം കേട്ടോ. ഓക്കെ, അമ്മൂമ്മ യങ് വൈബാണെന്ന് എല്ലാവരും പറയുന്നത്. ന്യൂസ് ചാനലിലൊക്കെ വന്നത് ഇന്നലെ ആയിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് വന്നത്. നീ അത് കണ്ടില്ല, ഞാൻ നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. അത് തന്നെ. ഓക്കെ, എന്നാ ശരി. ഹലോ, ഇതെന്റെ വേറൊരു ഫ്രണ്ടാണ്. ഇതെന്റെ പഴയ കാലത്തെ ഒരു ഫ്രണ്ടാണ്. ഒത്തിരി പഴയതല്ല, അവന് പ്രായം പറയുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് എന്താ പറയാ, നീ പറഞ്ഞു ഹായ് പറഞ്ഞു. Hi, hello. പേര് പറ ആദ്യം. Hi, my name is Rishabh. You are from? I'm from Chennai. ചെന്നൈയോ? നീ കൽക്കട്ടയല്ലേ? You want to say Calcutta? அப்படியே கொஞ்சம் foreign audience. Okay, Calcutta. Foreign audience ഒന്നും അല്ല. I am Calcutta. Forget Chennai. Okay, I am from Calcutta, Kolkata. എന്നിട്ട് ചെന്നൈയിലായിരുന്നു. My mother is from Patna. Wait. നല്ല variety കൊടുക്കണം. My mother is from Patna. Okay. Father is from Kolkata. Father is from Kolkata. Mother is from Patna. I am from Chennai. അപ്പം മൊത്തം മിക്സ്. I am mix. Hybrid. ഇപ്പൊ currently Bangalore. Okay. അന്നാ കന്നഡ ಗೊತ್ತಿಲ್ಲ. പക്ഷെ ഭയങ്കര തലയാണ്. ഇറ്റ്സ് വെരി എന്താ പറയാ സ്മാർട്ട്. പിന്നെ നല്ല എന്താ പറയാ നല്ല തലച്ചോറുണ്ടെന്ന് പറയാം. ലൈക്ക് യു ആർ സ്മാർട്ട് ആൻഡ് ലൈക്ക് ബ്രെയിനിയാക്. ബ്രെയിനിയാക്. Oh my god. അതാ ഹെഡേക്ക് for me. ഇവന്റെ അടുത്തുനിന്നായിരുന്നു ഞങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. നല്ല ബുദ്ധിയുള്ള ഒരു ഡെൽ സ്പെഷ്യലിസ്റ്റ്. അതെ, ഡെൽ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു പഴയ കമ്പനിയിൽ. യെസ്. ഓക്കെ, ഇതെന്റെ ട്രെയിനിങ് റൂമാണ്. ഇവിടെ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രെയിനിങ് റൂം. ഇവിടെ വേറൊന്നും കാണിക്കാൻ പറ്റില്ല. ഇതാണ് ട്രെയിനിങ്ങിലുള്ള ആൾക്കാർ. ഇവിടെ 1-2 ഗേൾസ് മാത്രമേ ഉള്ളൂ. ദെൻ ഇവരെ ഇങ്ങോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തു, നമ്മുടെ ടീം ആയതുകൊണ്ട്. ബാക്കി എല്ലാവരും ഓരോ ടീമിലുള്ള ആൾക്കാരാണ്. സോ ഇതാണ് ഫുൾ ട്രെയിനിങ്. ഹായ് പറഞ്ഞോളൂ. When she's yeah, I do vlogging. So ഇത് മാംഗ്ലൂരിയനാണ്, മലയാളിയല്ല. കണ്ടാൽ മലയാളിയെ പോലെ ഇരിക്കുമെങ്കിലും മലയാളിയല്ല. സോ ഷീസ് ഫ്രം മാംഗ്ലൂർ. പേര് ഐശ്വര്യ. ഓക്കെ, വേറെ ടീമാണ്. ഷീസ് ന്യൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓഫീസിലെ ആൾക്കാർ. ഹലോ, ഞാനിപ്പോൾ എൻ്റെ ടീം മെമ്പറും എൻ്റെ പഴയ മാനേജറും പിന്നെ 1-2 കൂട്ടുകാരും കൂടെ ചേർന്ന് ഒരു ടീം ഔട്ടിങ് പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ BTM മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബുക്ക് ചെയ്ത റെസ്റ്റോറൻറ്റിലേക്ക് പോകും. ഇത് ഞങ്ങൾ വളരെ നാളായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോയി. അവസാനം ഞങ്ങളെല്ലാവരും തമ്മിൽ മീറ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ഡിന്നർ അവരുടെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത്.
പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ പോയി എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഓഫീസിൻ്റെ വന്ന ഡ്രസ്സെല്ലാം മാറി ഒന്ന് ജസ്റ്റ് ഫ്രഷായി ഒന്ന് റെഡിയായി ഞാനിപ്പം ഒരു എന്താ പറയുക കാഷ്വൽ വെയറിൽ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഒരു 6:30 ആകുമ്പം അവർ മെജോറിറ്റി എല്ലാവരും മുസ്ലിംസാണ്. അപ്പോൾ അവരെല്ലാം ഫാസ്റ്റ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു അറേബ്യൻ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. ഇപ്പം നിലവിൽ BTMന്ന് എനിക്ക് ഇവളെയും പിക്ക് ചെയ്ത് എല്ലാവരും മീറ്റ് ചെയ്യുന്ന പ്ലേസിലേക്ക് പോകണം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എൻ്റെ ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിളാണ് ഇപ്പം ഞാൻ കാണാൻ പോകുന്നത്. അത് എൻ്റെ പഴയ ടീം മെമ്പേഴ്സ്. അതിൽ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് വരുന്നില്ല, കാരണം ഷിഫ്റ്റിൽ നിന്ന് അവന് മാറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഓഫീസിൽ കണ്ട ആൾക്കാരല്ലാണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം എൻ്റെ കൂടെ ഡെയിലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ ഏറ്റവും എന്താ പറയുക ബ്രദർ ഫീലിംഗ് ഉള്ള ഒരു മാനേജർ എനിക്കുണ്ട്. അപ്പോൾ ആ മാനേജറെ ഞാൻ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വളരെ വളരെ സന്തോഷത്തിലാണ്. എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്ന ഒരു പറ്റം ആൾക്കാരെയാണ് ഞാനിപ്പം മീറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് പറഞ്ഞ പോലെ എൻ്റെ കൂട്ടുകാരിൽ എല്ലാവരെയും ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. 1-2 പേര് മാത്രമേ ഉള്ളൂ നിങ്ങൾ കണ്ടുള്ളൂ. കാരണം അവരെല്ലാവരും ബുധനാഴ്ചയാണ് ഓഫീസിൽ വരുന്നത്. സോ വെൻസ്ഡേ മാത്രം നമുക്ക് വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആണ് സാധാരണ വർക്ക് ഫ്രം ഓഫീസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനി കാണണമെങ്കിൽ നാളെ കഴിഞ്ഞ് വരെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ തിങ്കളാഴ്ചയാണ്. അപ്പം ഞാൻ എൻ്റെ പഴയ ടീം മാനേജർ ഒരു മീറ്റപ്പ് എന്തായാലും വെളിയിൽ കാണാം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം ഡിലേ ആക്കി കഴിഞ്ഞാൽ എനിക്ക് വെൻസ്ഡേ ഒട്ടും പറ്റില്ല, കാരണം പിറ്റേ ദിവസം എനിക്ക് ട്രാവൽ ചെയ്യേണ്ടതുകൊണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഇതെൻ്റെ ഓൾഡ് മാനേജറാണ്. ഇപ്പം എൻ്റെ മാനേജറല്ല, പക്ഷേ ഇവരുടെ അടുത്തൊക്കെ നമ്മളെപ്പോഴും കണക്ഷൻ ഉണ്ട്. ഇത് മെഹക്, നമ്മുടെ ടീമിലുള്ള വേറൊരു പെൺകുട്ടിയാണ്. ഇത് അമർ, എന്താ പറയുക, ഇതും നമ്മുടെ ടീമിലുള്ള ആളായിരുന്നു, ഇപ്പോഴും ഉണ്ട് ടീമിൽ. ആൻഡ് നൗ മാനേജർ ഹാസ് ടു സേ സംതിങ്. I don't have anything to say, but it is really difficult for me to understand how she is speaking in Malayalam. I do understand a bit, but she is really, really fast where I am not able to understand. Okay. Gopika has been a good person to work with, but I don't know now. Still the same. It's not just 3 months. You are not my manager. Yeah, it's like she used to report to me for about like 2.5 years now, and this is the first time we are meeting. Yeah. This is really After many 3 years. people would not digest this, is because after so many years together we didn't get a chance to meet. But it was like friend who was working in a team. Really nice person to work with. Thank you. Bye. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഇവർ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് മീലാണ് ഇത് കഴിക്കാൻ പോകുന്നത്. ഇവിടുന്ന് തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ ഫൈൻ. അവർക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാം. ഇത് ഇവിടുത്തെ ചിക്കൻ മന്തിയാണ്. നമ്മൾ മന്തിയും കഴിക്കാൻ പോവുക. ഹലോ, അപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. എല്ലാവരെയും കൊണ്ടുപോയി ഓരോരോ സ്ഥലങ്ങളിലെല്ലാം ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പം കിടന്നുറങ്ങി നാളെ ട്രെയിനിങ്ങിന് പോകാൻ റെഡി ആവണം. അപ്പോൾ വീട്ടിലെത്തി. എല്ലാവർക്കും ബൈ.